മുനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ വലിയ വിളക്ക് മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി. This news brought to you by Kalpaga Weddings, North Paravoor. മുനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ വലിയ വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നത് ചടങ്ങിനെ ആത്മീയ ഭംഗി നൽകി. മേൽശാന്തി മണികണ്ഠൻ ചെമ്പങ്ങാട്ട് സന്നിഹിതനായിരുന്നു. തുടർന്ന് അന്നദാന ഭണ്ഡാര സമർപ്പണവും കലവർ നിറയ്ക്കൽ സമർപ്പണവും ഭക്തിപൂർവ്വം നടന്നു. സഭാ പ്രസിഡന്റ് ടി എ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ എസ് സജീവ് സ്വാഗതം ആശംസിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. നമ്മൾ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ എല്ലാ വർഷവും വരുന്ന അന്നദാനത്തിൻ്റെ ഒരു സംഭാവന എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അവരവരുടെ കയ്യിലുള്ള യഥാശക്തി ഭണ്ഡാരത്തിൽ സമർപ്പിക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മളതിൻ്റെ ഉദ്ഘാടനം കഴിച്ചത്. അത് ഇനി എല്ലാ കാലവും ഇവിടെ അത് സ്ഥാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൊല്ലത്തെ നമുക്ക് 4-5 അന്നദാനങ്ങൾ വെച്ച് അതെല്ലാം ഒന്നും കൂടി വിപുലമാക്കാൻ അതാണ് നമ്മുടെ കമ്മിറ്റിക്കാരെ അതിൻ്റെ പദ്ധതിയിലേക്ക് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും യഥാവിധി അതിൻ്റെ വേണ്ട വിധം അതിനെ സഹായിച്ച് മുന്നോട്ട് പോവുക. തുടർന്ന് പ്രശസ്ത പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു ഭക്തി നിറഞ്ഞ പ്രഭാഷണം നടത്തി. എല്ലാ ക്ഷേത്രങ്ങളിലും മനോഹരമായ ഗർഭഗൃഹവും ശ്രീകോവിലും നമസ്കാരമണ്ഡപവും നടപ്പന്തലും കൊടിമരവും അഗ്രശാലയും ബലിക്കപ്പുരയും ഊട്ടുപുരയും ചുറ്റമ്പലവും എല്ലാം ഗംഭീരമാണ്. അവിടെ നടക്കുന്ന ഉത്സവങ്ങളാണെങ്കിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. 1975 മുമ്പ് ശബരിമലയിൽ ഒരു വർഷം വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം പരമാവധി ഒരു വർഷം 1,00,000 1975 ശേഷം ഇപ്പോ ഒരു ദിവസം 7,00,000 ആളുകൾ. ക്ഷേത്രങ്ങളിൽ ഭക്തന്മാരുടെ തീർത്ഥാടനങ്ങൾ അധികവും. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ തീർത്ഥാടനം ഏറ്റവും വലിയ തീർത്ഥാടനം ഗുരുവായൂരാണ്, അതിനപ്പുറത്ത് പോക്കില്ല. ഇപ്പോ പിന്നീട് അത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായി, ഇപ്പൊ തിരുപ്പതിയിലേക്കായി. പ്രസിഡന്റ് ടി എ രത്നാകരൻ, സെക്രട്ടറി കെ എസ് സജീവ്, ഗജാഞ്ചി ചൗവൻലായ്, പി ആർ മനീഷ്, പി കെ ബാബു, ഇ ടി സുജോയ്, എ പി വിശ്വനാഥൻ, പി കെ സുരേഷ്, പി വി അനിൽകുമാർ, കെ ബി രാജീവ്, പി എ മണി, ഷീബ രഘു,
സിനി പ്രദീപ്, സുമ ഹർഷൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിലും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളും പൂജകളും അരങ്ങേറും. മാർച്ച് 22 ഞായറാഴ്ച ഉത്സവ ബലി, 23 തിങ്കളാഴ്ച മേളക്കുലപതി പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ മുഖ്യപ്രമാണത്തിൽ പാണ്ടിമേളം, 24 ചൊവ്വാഴ്ച ആറാട്ട്, പ്രസാദ ഊട്ട് എന്നിവ നടക്കും. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത മുനമ്പം.